35 ദിവസത്തെ ഐതിഹാസിക വിദ്യാർത്ഥി സമരത്തിനൊടുവിൽ ഡൽഹിയും ജന്തർ മന്ദറും സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കം ആവശ്യമുന്നയിച്ച എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിച്ച് CJP പ്രവർത്തകർ മടങ്ങി തുടങ്ങി. ജന്തർ മന്ദറിലെ സമരവേദി പൊളിച്ചു നീക്കി. ഡൽഹിയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും മെട്രോ സർവീസുകൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണവും പിൻവലിച്ചിട്ടുണ്ട്. ഷബ്ന ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷബ്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐതിഹാസിക വിദ്യാർത്ഥി സമരം തന്നെയാണ് നടന്നത്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ NDA സർക്കാരിൽ നിന്ന് ആദ്യമായി ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഒരു രാജി സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ 3 സർക്കാരുകളിൽ ആദ്യമായാണ് ഈ മട്ടിൽ ഒരു രാജി. ആ വിജയത്തിന്റെ അടുത്ത ദിവസം എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ തീർച്ചയായും കൗതുകമുണ്ട്. ഡൽഹി ഏതായാലും ജന്തർ മന്ദർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സാധാരണ നിലയിലേക്ക് വരുന്നു എന്നതാണ്. ഇന്നിപ്പോൾ ഡൽഹിയിലെ ഈ ജന്തർ മന്ദറിലെ രാവിലെയുള്ള കാഴ്ച എന്ന ഈ കോൺഗ്രസിന്റെ സേവാദൾ പ്രവർത്തകർ ഇവിടെ ക്ലീനിങ്ങിന് വന്നിട്ടുണ്ട്. ഈ സമരം നടന്ന സമരവേദി അടക്കമുള്ള സ്ഥലങ്ങളാണിത്. സാധാരണ ഒരു സമരത്തിന് ശേഷം നമുക്ക് കാണാം വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വേസ്റ്റുകൾ, ഈ പ്രദേശമാകെ വേസ്റ്റുകൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നും ഈ സ്ഥലത്തില്ല. കാരണം ഈ വിദ്യാർത്ഥികൾ തന്നെ ഓരോ ദിവസവും ഇവിടെ ക്ലീനിങ് നടത്തുകയും അത്തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ നീക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് സാധാരണ ഇന്നലെ പോയതിനു ശേഷം വളരെ കുറച്ച് മാത്രം വേസ്റ്റ് ഉണ്ട്. അത് സേവാദളിൻ്റെ പ്രവർത്തകർ നീക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ മറ്റൊന്ന് ഈ സേവാദളിൻ്റെ പ്രവർത്തകർ രാവിലെ തന്നെ എത്തുകയും അതോടൊപ്പം തന്നെ ഇവർ ഇതിൽ പങ്കാളികളാകുകയും ചെയ്തു. ഒരു മലയാളിയായ സേവാദൾ പ്രവർത്തകനാണ്. എന്താണ് ഇങ്ങനെ രാവിലെ ഇറങ്ങിയത്? രാവിലെ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഞങ്ങൾ 24 മണിക്കൂറും കോൺഗ്രസ് സേവാദളിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാസ്ക്, എല്ലാം എന്താണോ കുട്ടികൾക്ക് ആവശ്യം ഞങ്ങൾ VB ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിൽ, പുതിയ പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. ഈ കുട്ടികളുടെ നിങ്ങൾ ഒരുപാട് സമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ കുട്ടികളുടെ സമരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് കണ്ടത്? സത്യം പറഞ്ഞാൽ ഇത് ഓരോ കുട്ടിയും ഓരോ മെസ്സേജ് ഇവിടെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. ആ വന്ന കുട്ടികൾ തന്നാലാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ അവർ പ്രാപ്തരായ കുട്ടികളാണ് വന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ പുതിയ ജൻസി എന്ന് പറയുന്നത് അത് നല്ലൊരു മെസ്സേജ് തന്നെ ഈ ജന്തർ മന്ദറിൽ ഈ സമരത്തിൽ അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സാധാരണ സമരങ്ങൾക്ക് ശേഷമൊക്കെ വലിയ തോതിൽ വേസ്റ്റ് ഒക്കെ ഉണ്ട്. അത്രയൊന്നും വേസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. ഞാനതാ പറഞ്ഞത്, ആ വരുന്ന കുട്ടികൾ ആ സമയത്ത് തന്നെ കഴിഞ്ഞ 35-36 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന സമരത്തിൽ അവരിൽ സമരം ചെയ്യുന്ന ആൾ സമരം ഓരോ കുട്ടിയും തന്നാലാവുന്ന രീതിയിൽ ആ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട്. ആ സമരത്തിൽ വൃത്തിയാക്കേണ്ടവൻ ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വൃത്തിയാക്കേണ്ടവൻ വൃത്തിയാക്കുന്നു. അതാരും പറഞ്ഞിട്ടില്ല. അവർ സ്വയം കക്ഷിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവർ വളരെ നല്ലൊരു മെസ്സേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതും. കാരണം ഈ പ്രദേശത്താകെ നല്ല ക്ലീനായി അവർ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇനി ബാക്കിയുള്ള കുറച്ച് വേസ്റ്റുകളൊക്കെയാണ് ഈ സേവാദളിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, ഈ കാണുന്നത് ഈ വേദി ഉണ്ടായിരുന്ന ജന്തർ മന്ദറിൽ ഈ സമരപന്തൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. സമരപന്തലൊക്കെ ഇന്നലെ തന്നെ പൊളിച്ചു നീക്കി. പോലീസ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് ആളുകളെ കടത്തിവിടുന്നതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. മീഡിയയെ പോലും കടത്തിവിടാനൊക്കെ പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. ബാരിക്കേഡുകളൊന്നും ഇതുവരെയും മാറ്റിയിട്ടില്ല. പക്ഷേ മറ്റ് കുട്ടികളെയോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളെയോ ഒന്നും ഈ സമര പ്രദേശത്തേക്ക് ജന്തർ മന്ദറിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പോലീസ് വിടുന്നില്ല. ഏതായാലും ഈ ചരിത്ര വിജയത്തിന് ശേഷം കുട്ടികൾ ഇവിടെ നിന്ന് ഓരോരുത്തരായി പിരിഞ്ഞു പോകുമ്പോൾ വലിയ സന്തോഷത്തിൽ ഇവർ ഇന്നലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ അവർ ഈ സമരത്തിന് ഇവിടെ ബാക്കി വെച്ചിട്ടുള്ളത് അവർ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വലിയൊരു സന്ദേശം തന്നെ ബാക്കി വെച്ചാണ് ഈ ജന്തർ മന്ദറിൽ നിന്ന് ഓരോ കുട്ടിയും പോയിട്ടുള്ളത്. ഏതായാലും മെട്രോ സ്റ്റേഷൻ ഇന്നലെ തന്നെ വൈകിട്ട് ഓപ്പൺ ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തിനെത്തിയ പലരും മെട്രോ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് സൗകര്യവും രാത്രിയോടെ തന്നെ പുനഃസ്ഥാപിച്ചു. ഇതോടെ തുടർന്ന് ഡൽഹി ഒരു സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഐതിഹാസിക വിദ്യാർത്ഥി സമരം വിജയിച്ചിരിക്കുന്നു.